TVS റോണിൻ 225 cc ഉള്ള 2,16,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്നുള്ള രീതിയിൽ റൈഡിങ് റിവ്യൂ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഇതിന് മുമ്പ് തന്നെ ഇതിൻ്റെ റിവ്യൂ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിലവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ റൈഡിങ് റിവ്യൂ മാത്രമാണ്. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുമ്പോൾ 2,16,000 രൂപ കയ്യിലുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വണ്ടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ ഡെലിവറിയും അതിൻ്റെ ഒരു റൈഡിങ് കംഫോർട്ടും വളരെ നല്ലതാണ്. ഈ നമ്പർ പ്ലേറ്റൊക്കെ ചെറുതായിട്ട് ഒടിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് മുറിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലായാലും അങ്ങനെ തന്നെ മുറിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രം ടു തിരുനെൽവേലി ഒരു റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പറ്റിയൊരു സംഭവമാണിത്. ഇങ്ങനെ മുറിഞ്ഞ കേസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോവാള കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരുനെൽവേലി വരെ എത്തുന്ന ആ ഒരു സൈഡിൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ആ ഒരു കാറ്റിൽ സംഭവിച്ചതാണ് ഇതിങ്ങനെ ഒടിയാൻ കാരണം. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മൾ ഈ പറയുന്ന ഞാൻ 100 കിലോമീറ്റർ സ്പീഡിന് മുകളിലോട്ട് കയറിയിട്ടില്ല. അപ്പോൾ 95, 96 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു വണ്ടി റൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ കാറ്റുള്ള സ്ഥലത്തൊക്കെ ഒരു 80, 75 to 80 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ ഇത് റൈഡ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് പോലും ഈ നമ്പർ പ്ലേറ്റിൽ ഒടിഞ്ഞു പോയിട്ടുള്ളതല്ലാതെ, കാര്യം അത് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം കൊണ്ട് ചെയ്തേക്കുന്നതാണ്. എന്നാൽ പോലും ആ ഒരു സ്പീഡിൽ പോലും ഈ വണ്ടിയുടെ സൈഡിൽ നിന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതായത് എയർ പിടിക്കുകയോ എയർ കാരണം വണ്ടി ലാഗ് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ടോ ഒക്കെ മറിഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെഡ് ഒന്ന് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ചരിഞ്ഞു പോയതല്ലാതെ നല്ല എയർ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പോലും ഈ ഒരു വണ്ടി വളരെ സ്റ്റഡി ആയിട്ട് തന്നെയാണ്, പക്ക ഹാൻഡിലിങ് ഉള്ള ഒരു വണ്ടിയും കൂടെയാണ്. അത് പോയിട്ട് വെയിറ്റ് ബാലൻസ് പക്കയാണ് ഇതിൻ്റെ. ഇപ്പോൾ എൻജിനാണെങ്കിൽ തന്നെ വണ്ടിയുടെ ഏകദേശം ഒരു സെൻട്രൽ പൊസിഷനിൽ തന്നെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. വെയിറ്റ് ബാലൻസ് ഒക്കെ പക്കയായിട്ട് അവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത്രയും നല്ല സ്പീഡിൽ നമ്മൾ 85-90 പോകുമ്പോഴും അത്രയും കാറ്റ്, ഇപ്പോൾ നമ്മൾ നോർമലി ഉള്ള ഹൈവേയിൽ അത്രയും കാറ്റ് കാണത്തില്ല. ഈ തിരുനെൽവേലിയിലോട്ട് പോകുന്ന സമയത്ത് തോവാള കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നല്ല രീതിയിലുള്ള ഒരു കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റ് പിന്നെ നമ്മൾ പോകുന്ന സ്പീഡിൽ ഉള്ള അതിൽ വരുന്നൊരു കാറ്റ്, കാര്യം എന്ന് വെച്ചാൽ അത് സൈഡിലോട്ടോ, ഒന്നുകിൽ ഇടത് സൈഡിൽ നിന്ന് വലത്തോട്ടോ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ടോ ആയിരിക്കും അവിടുത്തെ കാറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കാറ്റടിപ്പാടൊക്കെ ഉള്ള സ്ഥലം തോവാള കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം കാറ്റടിപ്പാടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ സ്ഥലത്ത് നല്ല കാറ്റുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ വലത്തോട്ടോ ഇടത്തോട്ടോ ആയിരിക്കും അവിടുത്തെ കാറ്റടിക്കുക, നമ്മൾ സ്ട്രെയിറ്റും ആയിരിക്കും പോകുന്നത്. ആ സമയത്ത് എങ്ങനെയൊക്കെ നോക്കിയാലും വണ്ടിയിൽ എയർ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഏതർ പോലെയുള്ള അല്ലെങ്കിൽ ഓല പോലെയുള്ള കുറച്ച് അതുപോലത്തെ ഇലക്ട്രിക് വെഹിക്കിൾസോ ആക്റ്റീവയോ ഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും വളരെ നല്ല രീതിയിൽ ആ എയർ നമ്മളെ വണ്ടിയെ തന്നെ ആടി ഒലയ്ക്കും. പക്ഷേ ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ ആ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. പക്ക സ്റ്റഡി ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ പോകാനായിട്ട് സാധിക്കും. ഇനിയൊരു വൈബ്രേഷൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. വൈബ്രേഷൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമ്മൾ ഫസ്റ്റ് ഞാൻ എടുത്ത സമയത്ത് ഒരു 58 കിലോമീറ്റർ സ്പീഡിന് മുകളിലോട്ട് കയറുമ്പോൾ ഒരു 60 കിലോമീറ്ററിന് ഉള്ള സ്പീഡ് എത്തുന്ന വരെ ഒരു വൈബ്രേഷൻ നമുക്ക് കാലിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മിറർ നോക്കിയാൽ അറിയാൻ പറ്റും, ചെറിയൊരു രീതിയിൽ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ എൻ്റെ വണ്ടി 700 കിലോമീറ്ററിന് മുകളിൽ ഓടിക്കഴിഞ്ഞു, 753 കിലോമീറ്റർ. അപ്പോൾ അത്രയും ഓടിയപ്പോൾ ഇപ്പോൾ നിലവിൽ ആ ഉണ്ടായിരുന്ന ഒരു വൈബ്രേഷൻ ഇഷ്യൂ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻജിനൊന്ന് കുറച്ചൊന്ന് ഓടി സെറ്റായി വരെയാണ്. എനിക്ക് തോന്നുന്നു അത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എൻജിൻ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രശ്നം. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു 750 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു വണ്ടിക്ക് ആ ഒരു 58 കിലോമീറ്റർ ടു 60 കിലോമീറ്റർ കയറുന്ന സമയത്ത് സ്പീഡ് അത്രയും കയറുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈബ്രേഷനായിട്ട് ഒന്നും തന്നെയില്ല. പിന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് പക്ക സ്മൂത്താണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്ക് സൈഡ് നമുക്ക് ചെറിയൊരു ഹാർഡായിട്ട് തോന്നും. അതായത് നമ്മുടെ ഗട്ടറിലൊക്കെ കയറുന്ന സമയത്ത് പുറകിലിരിക്കുന്ന ആളിന് അതൊരു വിഷമമായിട്ട് തോന്നും. അതൊരു അവിടെ വേദന, കൈയും കാലൊക്കെ വേദന എടുക്കുന്ന പോലെ തോന്നും. കാര്യം അങ്ങനെ ഗട്ടറിൽ സ്പീഡിൽ ഇറങ്ങി പോകുമ്പോൾ കുറച്ച് പതുക്കെ ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. പക്ഷേ സ്പീഡിൽ നമ്മൾ ചെറിയൊരു ഗട്ടർ കയറിയാൽ പോലും അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ആവുന്നുണ്ട് ബാക്ക് സൈഡിലെ ഷോക്ക് അബ്സോർബർ. എനിക്കൊണ്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ എല്ലാ വണ്ടിയും അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട് പക്ക സ്മൂത്തായിട്ടുള്ള ഷോക്ക് അബ്സോർബറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി വരുന്ന സമയത്ത്
റെയിൻ അർബൻ 2 മോഡ് ഈ വണ്ടിക്ക് ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് പക്കയായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ റെയിൻ സമയത്ത് നമ്മൾ റെയിൻ മോഡ് ഇട്ട് ഓട്ടിക്കുമ്പോൾ ആ ഒരു മോഡിലാണ് വണ്ടി ഓടുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പം ജസ്റ്റ് അർബൻ മോഡിൽ ഓട്ടിച്ചിട്ട് പെട്ടെന്ന് റെയിൻ മോഡിലോട്ട് ആക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു സ്റ്റേബിളായിട്ട് പോകുന്ന പോലെ, പതിഞ്ഞ് പോകുന്ന പോലെ നമുക്ക് തോന്നും. റോഡുമായിട്ട് മഴ സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പതിഞ്ഞ് പോകുന്നതായിട്ടുള്ള ഒരു ഫീൽ ഈ ഒരു വാഹനത്തിൽ നിന്നും റെയിൻ മോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഹോണാണ്. ഹോണ് നമ്മൾ നേരത്തെ അപ്പാച്ചയിലേക്കാണെങ്കിൽ 2 ഹോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ 1 ഹോണേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ അപ്പാച്ച യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൽ 2 ഹോൺ കേട്ടതിന് ശേഷം പിന്നെ ഇതിലിട്ട് 1 ഹോണിലോട്ട് വരുമ്പോൾ അത് ചെറിയ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 ഹോൺ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു സ്റ്റൈലിഷ് ഹെഡ്ലൈറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ബ്രൈറ്റ് ചെയ്യുന്ന സമയത്ത് മാനത്ത് അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന മരത്തിൻ്റെ മുകളിലോട്ട് വെട്ടം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ലോങ്ങിൽ നിന്നും നമ്മുടെ എതിരെ വരുന്ന ഡ്രൈവേഴ്സിൻ്റെ കണ്ണിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഈ ഒരു ഹെഡ്ലൈറ്റിനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ നല്ല പ്രകാശമുള്ള നല്ല രീതിയിൽ നമുക്ക് റോഡ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റ് ചെയ്യാനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലിങ് പക്കയാണ്. ഞാൻ പറഞ്ഞില്ല 95 കിലോമീറ്റർ സ്പീഡ് വരെയാണ് നമ്മൾ ഈ വണ്ടി നിലവിലെടുത്തിട്ടുള്ളത്. ആ ഒരു സ്പീഡ് റേഞ്ചിനകത്തും ഈ ഒരു വണ്ടിയുടെ ഹാൻഡിലിങ് പക്കയാണ്, സ്റ്റെബിലിറ്റി പക്കയാണ്. നമ്മളിത് ഓട്ടിച്ച് പോകുമ്പോൾ നമ്മുടെ ആ സ്പീഡ് പോലും നമ്മൾ അറിയത്തില്ല എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 70 കിലോമീറ്റർ സ്പീഡ് എത്തുന്നത് നമ്മൾ അറിയത്തേ ഇല്ല. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്പ്ലെൻഡർ പോലത്തെ ബൈക്കൊക്കെ നമ്മൾ ഓട്ടിക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് അറിയാനായിട്ട് പറ്റും. കാര്യം വൈബ്രേഷൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് സൗണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും വണ്ടി ഇത്രയും നല്ല സ്പീഡിലാണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് സൗണ്ട്, അതായത് സ്പീഡ് കൂടി വരുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ട് ഒരു സ്മൂത്താണ്, അല്ലെങ്കിൽ ഒരു പതിഞ്ഞ് വരുന്ന ഒരു സൗണ്ടായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമ്മൾ ആ ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ ഓടിപ്പോയി, ആ ഒരു അല്ലെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടി പോവുകയാണ്. ഒരു 40, 45, 50 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നിലവിൽ ഇതിൽ സ്റ്റാർട്ടിങ്, അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് മാറിയിട്ട് വേറൊരു സൗണ്ടിലേക്ക് കുറച്ചുകൂടെ പതിയും. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇതായിട്ടുള്ള ഹാർഡ് പോലത്തെ ഒരു സൗണ്ടിലായിരിക്കും വരുന്നത്. അതിൻ്റെ ഒരു സൗണ്ട് പ്രൊഫൈല് നല്ല രസമാണ് കേൾക്കാനായിട്ട്. ഞാനത് കേൾപ്പിക്കാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വളരെ സൈലൻ്റ് ആയിട്ട് സ്റ്റാർട്ടാവുന്ന ഒരു വണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇതിൻ്റെ സൗണ്ട് പ്രൊഫൈൽ വണ്ടിയുടെ. ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഹോണ്ടയുടെ ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്റർ ഈ ഒരു രീതിയിലാണ് സ്റ്റാർട്ടാവുന്നത്. വളരെ സ്മൂത്തായിട്ട് സൈലൻ്റായിട്ട് സ്റ്റാർട്ടാവുന്ന ആ ഒരു ഹോണ്ടയുടെ ജനറേറ്ററാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ടാണ്. ഇത് ഏകദേശം ഒരു 85-90 കിലോമീറ്റർ 50 കിലോമീറ്ററിന് മുകളിൽ ഓടിക്കഴിഞ്ഞ് എഞ്ചിനെത്തി ഹീറ്റായി വരുമ്പോൾ ഈ ഒരു സൗണ്ടല്ല ഇതിന് പിന്നെ വരും. കുറച്ചും കൂടെ നല്ല പതിഞ്ഞൊരു സൗണ്ടും നമ്മൾ സ്പീഡിൽ ഓടിക്കുമ്പോൾ ഒരു 80 കിലോമീറ്റർ 85 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുമ്പോൾ ആ സൗണ്ട് പോലും നമുക്ക് അത്ര നമുക്ക് ഓടിക്കുന്ന ഒരാളിന് അത്ര ഇതായിട്ട് കേൾക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും പതിഞ്ഞൊരു സൗണ്ടിലോട്ട് എനിക്ക് തോന്നുന്നു അപ്പാച്ചെ ബൈക്കിൻ്റെയൊക്കെ ഒരു സൗണ്ടിലോട്ട് മാറും. പിന്നീട് അപ്പാച്ചെ ബൈക്ക് നമ്മൾ ഓടിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു സൗണ്ട് പ്രൊഫൈല് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നാൽ പോലും ടി വി എസിൻ്റെ വണ്ടി തന്നെയാണ് രണ്ടും. അതേപോലെ ഒരു പതിഞ്ഞ സൗണ്ടിലോട്ട് മാറി. അപ്പാച്ചെ തീരെ സൗണ്ടില്ലാത്ത വണ്ടി എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആ വണ്ടി റൈഡ് ചെയ്ത് പോകുമ്പോൾ അതിലും ഇതുപോലെ തന്നെയാണ്. ഒരു 40 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് ഒരു വണ്ടി ഹീറ്റായി കഴിഞ്ഞാൽ ആ വണ്ടിയിലും ഒരു പതിഞ്ഞ സൗണ്ടിലോട്ട് മാറും. അതുപോലെ തന്നെ ഈ വണ്ടിയും 40-50 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് റൈഡ് ചെയ്ത് പോകുമ്പോൾ ഒരു പതിഞ്ഞ സൗണ്ടിലോട്ട് മാറി. ഈ ഒരു സൗണ്ട് മാറും എന്നുള്ളതാണ്. ഈ ഗുഡു 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 എന്നുള്ളൊരു സൗണ്ട് മാറി. സത്യം പറഞ്ഞാൽ ഈ ഒരു സൗണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഒരു വിക്രാന്ത് ബൈക്ക് ഉണ്ടായിരുന്നു. ആ വിക്രാന്ത് ബൈക്കിന് ഇതുപോലത്തെ ഒരു സൗണ്ട് ഞാൻ വാങ്ങിയ സമയത്ത് ഇതുപോലത്തെ ഇത്രയും സൗണ്ട് ഒച്ചത്തിലുള്ള സൗണ്ട് അല്ലെങ്കിലും ഏകദേശം ഇതുപോലത്തെ ഒരു സൗണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനവും അതുപോലെ കുറച്ച്
40-50 കിലോമീറ്റർ ഓടുമ്പോൾ സൗണ്ട് ഒന്നുകൂടെ പതിഞ്ഞ് വരും. അതുപോലെ വണ്ടി കുറച്ചും കൂടെ ഒരു സ്മൂത്ത് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും റൈഡിങ്ങിൻ്റെ കേസിൽ. ഇനി ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ABS സിസ്റ്റം തരുന്നൊരു ബ്രേക്കിംഗ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ അത് എങ്ങനെ വർക്കായി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റൈഡ് ചെയ്ത് വരുന്ന സമയത്ത് തോവാള എത്തുന്നതിന് മുമ്പേ ഇത് അത്യാവശ്യം നല്ല സ്പീഡുണ്ടായിരുന്നു. 80-85 കിലോമീറ്റർ സ്പീഡുണ്ടായിരുന്നു. ഒരു പയ്യൻ റോഡിലോട്ട് ഇറങ്ങി നിൽക്കുകയായിരുന്നു. നമ്മൾ വിചാരിച്ച് അവൻ അവിടെ നിൽക്കും എന്നുള്ള ഒരു ഇതിൽ, അപ്പോൾ അവനും നമ്മുടെ വണ്ടി നിർത്തൂല എന്നുള്ള രീതിയിൽ അവന് വിചാരിച്ച് റോഡിൽ നിൽപ്പുണ്ടായിരുന്നു. വണ്ടി അവൻ്റെ അടുത്തോട്ട് എത്തിയതും ഒരൊറ്റ ചാട്ടം. സത്യം പറഞ്ഞാൽ നമ്മളൊരു പിടിച്ച് ബ്രേക്ക്. ഈ വണ്ടി ചുറ്റി പോവുകയോ ബാക്ക് കൊണ്ട് ചുറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്മൂത്തായിട്ട് സ്റ്റഡി ആയിട്ട് അത് ഹാൻഡിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റഡി ആയിട്ട് വണ്ടി നിന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നിർത്തി. അപ്പോഴത്തേക്ക് ആ പയ്യൻ ചാടിപ്പോയി തിരിഞ്ഞ് 2 ചീത്ത വിളിച്ചിട്ട് നമ്മൾ വന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ടയറിൻ്റെ ഒരു ഇതും കൂടെ ആവാം. ടയർ നല്ല ഗ്രിപ്പുള്ള ടയറാണ് ഇപ്പോൾ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബേസ് ബ്രാക്കിൻ്റെ ഒരു ഇത് നമ്മൾ അവിടെ രക്ഷിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആ പയ്യ അങ്ങനെ ചാടുക എന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ തിരുനെൽവേലി ആ ഒരു തോവാള കഴിഞ്ഞുള്ള അങ്ങോട്ടുള്ള ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് ടീമുകളുണ്ട്. അതായത് ഇതുപോലെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ചാടും, അല്ലെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിൽ ചാടും. ചെറുതായിട്ട് മുട്ടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ് തറയിൽ വീണ് കിടന്ന് പ്രശ്നങ്ങളുണ്ടാക്കും. അവിടെ നിന്ന് 2-3 ആൾക്കാർ വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള ക്യാഷ് അവർ വാങ്ങി വീണ്ടും അവർ തിരിച്ചു പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, കാറിലായാലും ബൈക്കിലായാലും പോകുന്ന ആൾക്കാർ ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെ കാണുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കൊച്ചു പയ്യന്മാരെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് പോവുക. കാര്യം അവന്മാർ ഇതുപോലെ വെറുതെ ചാടിയിട്ട് തറയിൽ വീഴും. നമ്മളെ വണ്ടി അവന്മാരെ ദേഹത്ത് മുട്ടയൊന്നും വേണ്ട, വെറുതെ തറയിൽ വീണ് 2 കിടന്ന് പിടയ്ക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർ ഓടി വരും, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് വാങ്ങിയും നമ്മളെ പറഞ്ഞു വിടും. ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇന്നലെ നമുക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. അതാണ് അവിടുത്തെ പരിപാടി. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വാഹനം നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചതാണ്. അതിനിടയിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മൈലേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റി ഏരിയയിൽ, അപ്പോൾ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമ്മുടെ സിറ്റി ഏരിയയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു 40 കിലോമീറ്റർ മൈലേജാണ് നിലവിൽ ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടിയത്. ഓക്കെ. പക്ഷേ നമ്മൾ ഈ ഒരു വാഹനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുനെൽവേലിയിൽ ആദ്യം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി റൈഡിങ് സ്റ്റാർട്ട് ചെയ്ത് നെടുമങ്ങാട് വഴി തെങ്കാശി വഴിയാണ് നമ്മൾ തിരുനെൽവേലിയിൽ പോയത്. തിരിച്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേ വഴിയാണ് തിരിച്ചു വന്നത്. അത് നാഗർകോവിൽ വഴി തിരിച്ച് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ 2-3 സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വാഹനത്തിൽ നിന്നും നമുക്ക് ടോട്ടലി ഇത്രയും ലോങ് പോയപ്പോൾ കിട്ടിയൊരു മൈലേജ് 44 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു മൈലേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സർവീസ് ഇപ്പോൾ ആയിട്ടുണ്ട്. 700 കിലോമീറ്റർ വന്നപ്പോൾ സർവീസ് ഡ്യൂ എന്ന് പറഞ്ഞ് മീറ്ററിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത സർവീസിൽ ചിലപ്പോൾ മൈലേജ് വ്യത്യാസം വന്നേക്കാം. നിലവിൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലോങ് ഡ്രൈവിന് പോയപ്പോൾ 44 കിലോമീറ്ററോളം 43.89 അതാണ് നമുക്ക് കിട്ടുന്നത്. അത് 44 എന്ന് പറഞ്ഞത് ഏകദേശം 44 കിലോമീറ്ററോളം നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്നും മൈലേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൈസ് റേഞ്ചിൽ 2,16,000 രൂപ ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. ആ ഒരു പ്രൈസിന് ഈ ഒരു വണ്ടി ബെസ്റ്റ് ഓപ്ഷനാണ്. കാര്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഒരുപാട് വണ്ടികൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എടുക്കാവുന്ന ഒരു നല്ല ഓപ്ഷനായിട്ട് ഉള്ള ഒരു വണ്ടിയായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാഹനം തന്നെ ചൂസ് ചെയ്തത്. ഇത് വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വാങ്ങിയൊരു വാഹനം ആയതുകൊണ്ടാണ് ഈ ഒരു വണ്ടി കൊള്ളാമെന്ന് പറഞ്ഞത് എന്നൊരു നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും. കാരണം വിക്രാന്ത് എന്ന് പറഞ്ഞൊരു ബൈക്ക് ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വണ്ടി വളരെ വളരെ മോശം വണ്ടിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കംപ്ലൈൻ്റ് ഉള്ള വേറൊരു വണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല. ഇത്രയും വർഷത്തിനിടയിൽ 8 വർഷം കൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുകയാണ്. പല പ്രാവശ്യം കംപ്ലൈൻറ്റ് വന്നു. ഇപ്പോൾ ഏകദേശം ഒരു 18,000 രൂപ കൊടുത്ത് ഞാൻ വണ്ടി നന്നാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു മോശപ്പെട്ടൊരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഹീറ്റ്, ഈ ഒരു വാഹനം ഓട്ടിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹീറ്റ്, അതിനെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനായിട്ടുള്ളത്.
അങ്ങനെ ഹീറ്റ് ആകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മിനിറ്റിനകത്ത് തന്നെ എൻജിൻ ഹീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നോർമലി പെട്രോൾ വണ്ടികൾ ഇതുപോലെ ഹീറ്റ് ആകാറുണ്ട്, പെട്രോൾ എൻജിൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം നമ്മളൊരു 10 കിലോമീറ്ററിന് അടുപ്പിച്ച് ഓടിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഹീറ്റ് ടോട്ടലി നമ്മുടെ കാലിലേക്ക് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ആ ഒരു ഹീറ്റ് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ കാലിലടിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു എങ്ങനെ നമുക്കൊരു ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ഹീറ്റോ അങ്ങനെയൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന വിക്രാന്ത് ബൈക്ക് തന്നെ ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷേ അതും ഇതുപോലെ കാലിലോട്ടൊന്നും വരുന്നില്ല. നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്ന സമയത്ത് ആ ഒരു ഹീറ്റ് നമുക്ക് കാലിലേക്ക് വരുന്നുണ്ട്, ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഹീറ്റ് ആവുന്നതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലും എൻജിൻ്റെ സൈഡിൽ നിന്ന് വരും. പക്ഷേ അതൊരു പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് എല്ലാ വാഹനങ്ങൾക്കും ഉള്ളതാണ്. അതുപോലെയുള്ളൊരു സ്മെല്ല് ഇതിനകത്ത് വരുന്നുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസൊക്കെ കഴിഞ്ഞ് ആ ഒരു ഓയിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പഴകുമ്പോൾ ആ ഒരു സ്മെല്ല് മാറി കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ പുതിയതാണ്. അപ്പോൾ പിന്നെ അതിൽ വെള്ളമൊക്കെ അടിച്ച് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ് നിലവിൽ അത് വരുന്നത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് മാറും. ഈ ഒരു വാഹനം ലോങ് ഡ്രൈവിന് നല്ലതാണോ എന്ന് 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചു. ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി ലോങ് ഡ്രൈവിന് സൂപ്പറാണ്. ബാക്കിലും ഫ്രണ്ടിലും ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. പിന്നെ ഈ ഒരു 40-50 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സൈഡ് കുറച്ച് ഒരു ചെറുതായിട്ട് ഒന്ന് വേദന എടുക്കും. അത് സീറ്റിൻ്റെ ഈ ഒരു സീറ്റ് സത്യം നല്ലൊരു സീറ്റാണ്. കുറച്ച് സോഫ്റ്റാണ് എന്നാൽ ഹാർഡുമാണ്, അങ്ങനത്തെ ഒരു സീറ്റാണ്. പക്ഷെ നമുക്ക് 40-50 കിലോമീറ്റർ ഒന്ന് ഓടി കഴിയുമ്പോൾ നമുക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ചന്തി വേദന എന്ന് വേണമെങ്കിൽ എടുക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കുറച്ചൊരു വെള്ളമൊക്കെ കുടിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും തിരിച്ചിരുന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് ഇനി വേറെ ഏത് തരത്തിലുള്ള സീറ്റ് വെച്ചാൽ നമ്മൾ അത്രയും ദൂരം ഇപ്പോൾ കാറിനകത്തായാൽ പോലും നമ്മളൊരു 50-60 കിലോമീറ്റർ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, ആ ഒരു വേദന മാത്രമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഇതിനകത്ത് ഇപ്പോൾ എൻ്റെ വിക്രാന്ത് ബൈക്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പ്ലെൻഡർ പോലത്തെ ബൈക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നടുവേദന എടുക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നൊരു പൊസിഷൻ എന്ന് വെച്ചാൽ അല്പം ഇരുന്നിട്ട് കാലുകൾ ഫ്രണ്ടിലോട്ട്, ഇപ്പോൾ ഗിയർ ലിവേഴ്സൊക്കെ ഫ്രണ്ടിൽ, ബ്രേക്കൊക്കെ ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ബോഡി പാർട്സ് ബാക്കിലോട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നിവർന്നിരുന്ന് ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു നടുവ് വേദന ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഇത് റൈഡ് ചെയ്ത് എത്ര കിലോമീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് റൈഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള ചന്തി വേദന നമുക്ക് എന്തായാലും ഉണ്ടാവും. അത് ഇനി ഇതല്ല ഏത് വാഹനത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വേദന വരാറുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ 1 തൊട്ട് 5 വരെയാണുള്ളത്. ഈ 1 തൊട്ട് 5 വരെ മാറുമ്പോഴും നമ്മളത് ഒരിക്കലും അറിയത്തില്ല ഇതിൻ്റെ ഗിയർ മാറുകയാണെന്നുണ്ടോ. വളരെ വളരെ സ്മൂത്തായിട്ട് ഇതിൻ്റെ ഗിയർ, ഇപ്പോൾ സത്യം പറഞ്ഞൊരു പഴം വിഴുങ്ങി എന്ന് പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ നമ്മുടെ പഴയ വണ്ടികൾ ഒരുപാട് ഓട്ടിച്ച് വരുമ്പോൾ ഗിയർ മാറുന്നത് നമ്മൾ അറിയാത്തൊരവസ്ഥയിലോട്ട്, അതുപോലുള്ളൊരു സ്മൂത്തായിട്ടുള്ളൊരു ഗിയറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഒരു സൗണ്ട് പോലും, ഗിയർ ഇടുന്നതിൻ്റെ ഒരു സൗണ്ട് പോലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് എനിക്കത് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. ചില ആൾക്കാർക്ക് ഗിയർ ഇടുമ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കണം. പക്ഷേ ഈ ഒരു വാഹനത്തിൽ അങ്ങനെ ഒരു സൗണ്ട്, ഗിയർ വീഴുന്നതായിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് കേൾക്കാനായിട്ട് പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഗിയറാണ് വരുന്നത്. പിന്നെ ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 to 3 ഗിയർ അല്ലെങ്കിൽ 4 ഗിയർ വരെയുള്ള 4th ഗിയറിൽ നമ്മളൊരു വണ്ടി റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സ്പീഡ് കുറച്ച് വളരെ സ്ലോയിൽ നമുക്ക് ഈ ഒരു വാഹനം ഓട്ടിച്ച് പോകാൻ സാധിക്കും. അതായത് നമ്മൾ ഇപ്പോൾ സ്പ്ലെൻഡറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത്, പൾസർ അതുപോലത്തെ ബൈക്കുകൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 3ാമത്തെ 4ാമത്തെ ഗിയറിലാണ് പോകുന്നു, നമ്മളെ സ്പീഡ് കുറഞ്ഞു പോയെങ്കിൽ ഒരു സൗണ്ട് കിടുകിട് എന്നുള്ളൊരു സൗണ്ട് നമുക്ക് കയ്യിലും കാലിലും എല്ലാം ഫീലാവും. മൊത്തത്തിൽ എൻജിൻ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു വാഹനത്തിൽ 4ാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് പോലും ഇനി 5ാമത്തെ ഗിയറിൽ തന്നെ ആയിക്കോട്ടെ, 5ാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് പോലും വണ്ടി കുറച്ച് പതുക്കെയാണ്, സ്ലോയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു അടി വൈബ്രേഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗിയർ സെറ്റപ്പ്. സ്ലിപ്പർ ക്ലച്ചൊക്കെ ആണ് ഇതിനകത്ത് വരുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് 2,16,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു 2025 എടുക്കാവുന്ന നല്ലൊരു ബൈക്ക് തന്നെയാണ് ടി വി എസിൻ്റെ റോണിൻ 225cc. അത് നിങ്ങൾ ഫുൾ ഓപ്ഷൻ അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി ലെവലിലുള്ള ബൈക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു മോഡലിൽ വരുന്നത് യാതൊരു പ്രശ്നമില്ല. അതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയൊരു കുറവായിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു കളർ അവിടെ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ചെറിയ പിന്നെ ഈ കാണുന്ന ഷീൽഡ്, ഫ്രണ്ടിൽ വരുന്ന ഷീൽഡ് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കിട്ടത്തില്ല. ഇത്രയും വ്യത്യാസം മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എൻജിൻ എല്ലാം സെയിമാണ് വാഹനം. നിങ്ങൾക്ക് അതെടുക്കാം. ഇല്ല നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. 2,16,000 അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കതിർ ടി വി എസ്, ഇവിടെ നമ്മുടെ നീർമാൻകര കതിർ ടി വി എസിൽ നിന്നാണ് ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സർവീസ് ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ ഒരു വണ്ടിക്ക് മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പാർട്സ് ചിലപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഉദാഹരണം നിങ്ങൾക്ക് ഇതിപ്പോൾ ഈ സാധനം അല്ലെങ്കിൽ ഈ സാധനം ഇൻഡിക്കേറ്റർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് റീപ്ലേസ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ ആ പാർട്സ് കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറകിൽ കയറുന്ന ആൾക്കാർ, ഈ വാഹനത്തിൽ പുറകിൽ കയറുന്ന ആൾക്കാർ കാല് പൊക്കി ഇങ്ങനെ കയറുമ്പോൾ നോക്കി കയറണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്ററിലോട്ട് ഇങ്ങനെ കാല് മുട്ടിയിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ വണ്ടിയുടെ പുറകിൽ കയറുന്ന ആൾക്കാരുടെ അടുത്ത് പറയുക, അല്ലെങ്കിൽ സ്ഥിരം കയറുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. കാല് വീശി കയറുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കയറണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ഒടിയാനുള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. 3-4 പ്രാവശ്യമൊക്കെ തട്ടി കഴിയുമ്പോൾ പിന്നെ ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് 2025 2,16,000 രൂപ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വാഹനം. കാര്യം ഇനി ഇതുപോലത്തെ മറ്റൊരു വാഹനം നമുക്ക് ഇറങ്ങണം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറങ്ങണം, ഇത്രയും കംഫർട്ടുള്ള ഒരു വണ്ടി. അപ്പോൾ ഒരു തീരുമാനം നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് തീരുമാനം തന്നെയാണ്. അത് വണ്ടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം, വാങ്ങാവുന്നതാണ്. നല്ല റൈഡിങ് കംഫർട്ടുള്ള നല്ലൊരു പാർട്ട്ണറായിരിക്കും നിങ്ങളുടെ. ഓക്കെ, ഇപ്പോൾ ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അടുത്ത് വരുന്നത് ഏതറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഒരു ഏതർ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ അടുത്ത് നിങ്ങളടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി ഫോളോ ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, ബൈ.